നമസ്കാരം. നമസ്തേ. സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ. ജനുവരി 28, 2026 ഈ പ്രത്യേക മെഡിക്കൽ ബുള്ളറ്റിൻ ഞങ്ങളുടെ ലേറ്റസ്റ്റ് റിസർച്ച് ന്യൂസ് ഫോർ ഇൻഫോർമേഷൻ പർപ്പസ് ഓൺലി, ചികിത്സയല്ല. ചികിത്സയ്ക്ക് വിദഗ്ധ ഡോക്ടർമാരെയോ അതാത് അതോറിറ്റികളെയോ സമീപിക്കണം. നൽകുന്നത് സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ്, ഡയറക്ടർ, ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ച് സെൻറ്റർ, ആരോഗ്യ റിസർച്ച് @gmail.com, www.worldrehabilitationorganization.com. ഞങ്ങളുടെ ഇൻ്റർനാഷണൽ വാട്സപ്പ് നമ്പർ 8089527350. ഇന്ന് ഞങ്ങളുടെ ഏകദേശം ഒരു 40 കൊല്ലത്തിലേറെയുള്ള കഠിനമായ പരിശ്രമമായിരുന്നു പ്രമേഹം, ഡയബറ്റിക് മെലിറ്റസ് ടൈപ്പ് 2. ഇന്ന് കേരളത്തിൽ 100-ൽ 60 പേർക്കധികം 30 വയസ്സ് കഴിഞ്ഞാൽ ടൈപ്പ് 2 ഡയബറ്റിക്സ് ആണ്. പ്രമേഹം 5 തരമുണ്ടെന്നും ഇപ്പോൾ പുതിയൊരു തരം ബ്രെയിൻ റിലേറ്റഡ് പ്രമേഹവും ഉണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ പ്രമേഹത്തിൻ്റെ മൂല കാരണം എന്താണെന്നോ അതിൻ്റെ ഏറ്റവും ഫൗണ്ടൻ പെൻ, അതിൻ്റെ ഉത്ഭവം എന്താണെന്നോ അതിന് വല്ല ജനിതക കാരണമുണ്ടെന്നോ ഇതുവരെ ലോകത്ത് ഒരു ശാസ്ത്രജ്ഞരോ ഗവേഷകരോ കണ്ടെത്തിയിട്ടില്ല. ആകെ മെറ്റ്ഫോമിനും ഇൻസുലിനും മേഘസംഹാരി ഗുളികകളും അക്യുപങ്ക്ചറുകളും ഹോമിയോകളും പലതരം മരുന്നുപയോഗിച്ച് മരണം വരെ പ്രമേഹ രോഗി ദുരിതമടിക്കുന്നു. പക്ഷേ കാരണം കണ്ടെത്തിക്കഴിഞ്ഞു ഞങ്ങളുടെ 40 കൊല്ലത്തെ രാപ്പകലില്ലാത്ത ഗവേഷണം. കാരണം പ്രമേഹ രോഗം കൊണ്ട് അനുഭവിക്കുന്ന മനുഷ്യൻ്റെ കോംപ്ലിക്കേഷൻസ് പറഞ്ഞറിയിക്കാത്തതാണ്. കൈകാലുകൾ മുറിച്ചു നിൽക്കണം, കണ്ണിൻ്റെ കാഴ്ച പോകുന്നു, വൃക്ക രോഗം, സർവ്വ അവയവങ്ങളെയും പ്രമേഹം ബാധിക്കുന്നു. അവസാനം ലൈംഗിക ശേഷിയും അടുത്ത തലമുറയെ സൃഷ്ടിക്കാനുള്ള കഴിവും മനുഷ്യന് നഷ്ടപ്പെടുന്നു. അങ്ങനെ പ്രമേഹം ഇന്ന് കൊറോണ വൈറസിനേക്കാൾ ഭീകരമാണ് കേരളത്തിലെന്ന് ഗവേഷകരായ ഞങ്ങൾ പഠനത്തിലൂടെ കണ്ടെത്തി. അതിൻ്റെ മൂല കാരണവും ഞങ്ങൾ കണ്ടെത്തി. കാരണം ഇത് ഞങ്ങളുടെ PhD പ്രബന്ധത്തിൽ എടുത്തു വെച്ച ഒരു കാര്യവുമില്ല. ഗവേഷണം ലോകത്തിനോട് പറയാനുള്ളതാണ്. ഞങ്ങളത് കണ്ടെത്തി. 1000-ത്തിലേറെ രോഗികളിൽ ഞങ്ങൾ നടത്തിയ പരീക്ഷണങ്ങളിൽ ക്രോമിയം എന്ന് പറയുന്ന ധാതു, 16 പ്രധാനപ്പെട്ട ധാതുക്കളാണ് ലോകത്തുള്ളത്. അതിൽ അലുമിനിയവും നിക്കലുമാണ് അപകടകാരികൾ. ദിസ് ഈസ് ടോക്സിക് മെറ്റൽ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇതൊഴികെ 15 എണ്ണവും മനുഷ്യവംശത്തിന് ഈ ധാതുക്കൾ അഥവാ മിനറൽസ്, മൂലകങ്ങൾ ആവശ്യമാണ്. ഇതിൽ ക്രോമിയം 1000 പേരിൽ 680 പേർക്കും അപകടകരമായി കുറഞ്ഞതായി കണ്ടെത്തി. ഈ ക്രോമിയം എന്ന മൂലകം ധാതു ശരീരത്തിൽ കുറയുമ്പോഴാണ് 18 വയസ്സ് കഴിയുമ്പോൾ പുരുഷനും സ്ത്രീക്കും അവർ പ്രമേഹ രോഗികളായി പാൻക്രിയാസ് ഗ്രന്ഥി വേണ്ടത്ര ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്തതും, അഥവാ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചാൽ കോശങ്ങൾ അത് സ്വീകരിക്കാതെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നതായും ഗവേഷകരായ ഞങ്ങൾ കണ്ടെത്തി. അപ്പോൾ ക്രോമിയം എന്ന മൂലകത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതുതന്നെയാണ് ഈ 1000 പേരിൽ ഇപ്പോൾ 600 പേരിലധികം കേരളത്തിൽ പ്രമേഹ രോഗികളാണ്. നമ്മുടെ ഉന്നതരായ മന്ത്രിമാരും ഗവർണർമാരും രാജ്യത്തെ ഉന്നതരൊക്കെ ഇപ്പോൾ പ്രമേഹ രോഗം ടൈപ്പ് 2 ഡയബറ്റീസിലാണ്. അപ്പോൾ തീർച്ചയായും ഇനി ക്രോമിയം കിട്ടാൻ എന്താണ് വഴി? ഒന്ന്, അമിത അളവിൽ വേണമെങ്കിൽ ഏറ്റവും നല്ല കമ്പനികളുടെയോ പ്രൊഡക്റ്റോ സപ്ലിമെൻ്റ് ഉപയോഗിക്കുക. 2, മഷ്റൂം, കൂണിലാണ് ഏറ്റവും കൂടുതൽ ക്രോമിയം ഉള്ളത്. അപൂർവമായി അല്പസ്വല്പം ഇലക്കറികളിൽ വളരെ കുറച്ച് ക്രോമിയം എന്ന മൂലകം അടങ്ങിയിരിക്കുന്നു. എന്തായാലും ക്രോമിയം ദിവസം ഏറ്റവും ചുരുങ്ങിയത് 30 mg വരെ കഴിച്ചാൽ, ഒപ്പം സൂര്യപ്രകാശവും മില്ലറ്റുകൾ മാത്രം റോ കോക്കനറ്റും ഭക്ഷണത്തിൽ ഉപയോഗിക്കുകയും കഴിച്ച ഭക്ഷണം കത്തിച്ചു കളയുക അഥവാ വ്യായാമം ചെയ്ത് 1800 കാലറിയേക്കാൾ കൂടുതൽ പ്രമേഹ രോഗികൾ ഭക്ഷണം കഴിച്ചുകൂടാ. എണ്ണയും കൊഴുപ്പുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കി ആ കഴിച്ച ഭക്ഷണം വ്യായാമത്തിലൂടെ കത്തിച്ചു കളഞ്ഞാൽ നിങ്ങൾക്ക് പ്രമേഹത്തിൽ നിന്ന് പരിപൂർണമായി രക്ഷപ്പെടാമെന്ന് ഗവേഷകരായ ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ഈ ക്രോമിയത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും ആ ധാതുവിനെ പറ്റി ലോകത്താരും പഠിച്ചിട്ടില്ല. രണ്ടാമത് ലോകത്തെ ഏറ്റവും കൂടുതൽ മാംഗനീഷ്യവും മാംഗനീസുമാണ്
കാൽസ്യവുമാണ് പിന്നെ കുറവുള്ള മൂലകങ്ങളെന്നും അത് 68, 58, 48, 40 ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ 16 മൂലകങ്ങളിൽ നിക്കലാണ് ഏറ്റവും അത്ര അപകടകരമല്ലാത്ത മൂലകം. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ടോക്സിക് മെറ്റലുകളായ നിക്കലും അലുമിനിയവും ഉപേക്ഷിച്ച് ധാതുക്കളടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് സർവ്വരോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാമെന്നാണ് ശാസ്ത്രജ്ഞരായ ഞങ്ങളുടെ കണ്ടെത്തൽ. താങ്ക് യു. ഒരു ഇൻഫോർമേഷൻ മാത്രം. ഇത് പ്രമേഹ രോഗികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രം. ഒരു ലോകസമസ്ത സുഖിനോ ഭവന്തു വസുദൈവ കുടുംബകം. താങ്ക് യു. നമസ്തേ.